അഭിനന്ദന, രേഷ്മ, അനാമിക, അനുഷ, കൃഷ്ണേന്ദു, ധനലക്ഷ്മി, ദേവിക. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സ്കാനർ വർക്ക് ചെയ്യുന്നില്ല എന്നാ തോന്നണേ. നിങ്ങൾക്ക് കിട്ടിയ ചീത്തയൊക്കെ നിങ്ങൾ പറയും. തീർക്കണ്ടേ? ഇവിടെയാണെങ്കിൽ ഇംഗ്ലീഷും പറയണം. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഇൻ, സീറ്റ്. Go away, stupid! In the house of my wife and daughter, you will not see any minute of that today. ഇറങ്ങി പോടാ. കേസ് ഇൻ ഫ്യൂച്ചർ ഈ വരുന്ന പാർട്ട്ണർ ഇങ്ങനെയൊന്നും സമ്മതിച്ചില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? വരുമ്പോ ചോദിക്കും റീൽ എടുക്കാൻ സമ്മതിക്കും. എടുത്തു തരുമോ? അങ്ങനെ തന്നെയാ. ഇതിന് സമ്മതിക്കത്തില്ലെങ്കിൽ വേണ്ട. അങ്ങനല്ല. തൃപ്പൂണിത്തറ. നല്ല ഐബ്രോസ് കൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണിക്കാൻ. അടുത്തതായി രേഷ്മ. തളങ്കു തക്കത്തിക്കു തക്കതും കിട്ടത്തോ. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ഗസ്റ്റോ 2 ഗസ്റ്റോ 3 ഗസ്റ്റോ അല്ല, പകരം 7 പേരാണ്. 7 സുന്ദരി കുട്ടികൾ. ഞാൻ അധികം ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഫസ്റ്റ് ഷോട്ട് അവരെ കാണുമ്പോൾ തന്നെ പറയും, അയ്യോ നമ്മുടെ പിള്ളേരല്ലേ ഇത്. കഴിഞ്ഞ കുറേ നാളായിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടീം. സോ ലെറ്റ് മീ വെൽക്കം മച്ചാനും പിള്ളേരും. വെൽക്കം ടു ദ ഷോ. ഹലോ. നിങ്ങളുടെ കൂടെ മാച്ചിങ്ങിന് വേണ്ടി ഞാനും കഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കായിരിക്കും ഫാൻസ് ഫുൾ എപ്പോഴും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നിങ്ങളെ പറ്റി ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഡയറക്റ്റ് തുടങ്ങിയാൽ പറയാം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? സുഖം. ഇതിപ്പോ പഠിച്ചു ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ ഇത്ര നേരം. റോളിങ് പറഞ്ഞ് സെക്കൻഡ് സൈലന്റ് ആയതാണ്. ഇനി അങ്ങോട്ടെല്ലാം ഇതുപോലെ ആയിരിക്കും, പഠിച്ചു വെച്ച പോലെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ മറന്നുപോകും ഞങ്ങൾ ക്യാമറ ഉള്ളത്. മറന്നുപോട്ടെ, അതാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ ആ രീതിയിൽ അങ്ങ് പോയാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഈ മച്ചാനും പിള്ളേരും പേര് എങ്ങനെയാ വന്നതെന്നുള്ളതും എങ്ങനെയാണ് ടീം ആയെന്നുള്ളതും അത്യാവശ്യം എല്ലാവർക്കും അറിയാം. എങ്കിലും ആ ഓഡിയൻസ് അല്ല നമ്മുടെ ഓഡിയൻസ്, ജാങ്കോ സ്പേസിന്റെ ഓഡിയൻസ് വേറെയാണല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് പറഞ്ഞു പോകും. ഓക്കെ, ഞങ്ങള് ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രിക്കാണ് ഞങ്ങൾ വരണ +2 കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ടിക്ടോക്കുള്ള സമയത്ത് ടിക്ടോക്ക് ചെയ്തു തുടങ്ങി. അതിലൊരു റീൽ ഇട്ടു. അപ്പൊ അത് കുറച്ച് അത്യാവശ്യം വ്യൂസ് ഒക്കെ കയറി. അപ്പൊ അത് സ്റ്റെപ്പിലിരുന്ന് വെറുതെ സ്റ്റെയറിലിരുന്ന് ചെയ്തു. അപ്പൊ ഞങ്ങള് അങ്ങനെ അത് ഞങ്ങൾക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ കണ്ടു. അപ്പൊ ടിക്ടോക്ക് ബാൻ ചെയ്തില്ലേ. അത് കഴിഞ്ഞപ്പോ ഞങ്ങള് റീൽസ് വന്ന സമയത്ത് അപ്പൊ പിന്നെ കുറച്ച് റീൽസ് ഒക്കെ എടുക്കാം. അങ്ങനെ റീൽസ് എടുത്തപ്പോ പറഞ്ഞു കോളേജിൽ 4 ആളെങ്കിലും അറിയട്ടെ നമ്മളെവിടെ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ടീമുണ്ട്, ഞങ്ങളുണ്ട് എന്നുള്ളത് കോളേജിൽ അറിയണം. അപ്പൊ അതിന് വേണ്ടി റീൽസ് ഇട്ട് തുടങ്ങിയതാണ്. വലിയ സീരിയസ് ആക്കാനോ ഒന്നിനല്ല, വെറുതെ ഇട്ട് തുടങ്ങിയതാണ്. പക്ഷെ പിന്നെ അത് റീച്ച് ആയി തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് അത് സീരിയസ് ആയി ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. പിന്നെ അതിനുവേണ്ടി പണിയെടുത്ത് ചെയ്യാൻ പിന്നെ കഷ്ടപ്പെടാം. അതുവരെ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, പിന്നെ കഷ്ടപ്പെടാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ടീം രൂപീകരിച്ച് വരുന്നത്. ഈ മച്ചാൻ എന്നുള്ള പേര് ആരോ ഫ്രണ്ട് എന്തോ വിളിച്ച് പറഞ്ഞത്, ആ ഫ്രണ്ട് ഈ കൂട്ടത്തിലുണ്ടോ? നിങ്ങളുടെ ഡാൻസ് ടീമിലേ ഇല്ല? അപ്പൊ ആ കുട്ടിക്കുള്ളൊരു ട്രിബ്യൂട്ട്. അല്ലല്ല, അത് അവള് ജസ്റ്റ് വിളിച്ചു, ഞാനും അങ്ങോട്ട് വിളിച്ചു. പിന്നെ ഇവരെല്ലാരും എന്നെ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഇപ്പോഴും അങ്ങനെ തന്നെ വിളിക്കുന്നില്ല? തന്നെ വിളിക്കുന്നത്. ഓക്കെ, നമ്മളെ പൊതുവെ ഇങ്ങനെ ഒരു ടീമായിട്ടൊക്കെ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും കുറെ നാൾ പോയി കഴിയുമ്പോൾ ഒരാൾക്ക് മാത്രം ഇത്തിരി ഒരു പ്രയോറിറ്റി കൂടി നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ചെറിയ അസൂയ, അല്ലെങ്കിൽ എപ്പോഴും ഇയാൾ മാത്രം നമ്മളെല്ലാവരും ഒരേപോലെ എഫേർട്ട് ഇടുന്നതൊക്കെ തോന്നാമല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും ഈ പേര് മാറ്റാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനിങ്ങോ ചിന്ത ഉണ്ടായിട്ടുണ്ടോ?
ഇപ്പൊ മറ്റേ പേര് ഞങ്ങൾക്ക് ആർക്കും പെട്ടെന്ന് കിട്ടൂല. കിട്ടില്ല. അയ്യോ ഞാനേ തുടക്കത്തിൽ കാണാപ്പാടം പിടിച്ച് വെച്ചായിരുന്നു പേര്. അറ്റൻഡൻസ് വിളിക്കുന്ന പോലെ വിളിക്കാൻ. എങ്കിലും ഞാൻ ഒന്നുകൂടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇതിലൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫാൻസ് ഒക്കെ കാണൂല. അപ്പൊ പേര് പറഞ്ഞില്ലെങ്കിൽ വിഷമാണ്. നീലക്കുട്ടി പച്ചക്കുട്ടി എന്നൊന്നും പറഞ്ഞ ബുദ്ധിമുട്ടണ്ട. ഞാൻ പേര് പറയാം, നിങ്ങൾ പ്രസൻസ്. സൂര്യനന്ദന, ഓക്കെ, രേഷ്മ, അനാമിക, അനുഷ, കൃഷ്ണേന്ദു, ധനലക്ഷ്മി, ദേവിക, ഞാൻ കിങ്ങിണി. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി മനസ്സിലായിക്കോളൂ. ഇല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല കമന്റ്സിലൊക്കെ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ മൂന്നാമത്തെ കുട്ടിയാണ്. ഞാൻ കണ്ടായിരുന്നു. ഇനി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ, എല്ലാവർക്കും പേരും കൂടെ അറിയാട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടീമിൽ മൊത്തത്തിൽ ശരിക്കും എത്ര പേരുണ്ടായിരുന്നു തുടക്കം തൊട്ടേ? ഞങ്ങളൊരു ക്ലാസ് ഗ്രൂപ്പ് ആയിരുന്നു. ക്ലാസ്സിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ഡിഗ്രിക്ക് 16 ആളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് PG ആയപ്പോ അത് 15 ആയി. അപ്പൊ അതില് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി, ഷിഫ്റ്റ് ആയിപ്പോയി. കുറച്ച് ആൾക്കാർ പോയി, 2-3 ആള് പോയി, എക്സ്ട്രാ 2-3 ആള് വന്നു, അങ്ങനെ വേറെ MA ആയപ്പോ. അപ്പൊ പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നിൽക്കുന്ന 12 ആളേ ഉള്ളൂ. ബാക്കിയുള്ളവര് കല്യാണം കഴിഞ്ഞു, പിന്നെ പേഴ്സണൽ ലൈഫിലേക്ക്. നിങ്ങളുടെയൊക്കെ കല്യാണത്തിന്റെ കാര്യം വീട്ടുകാർക്ക് ഒരു ചിന്തയില്ല. നന്നായി നിർബന്ധിക്കുന്നുണ്ട് ആര് തോന്നി. അപ്പൊ നിങ്ങൾ ഇപ്പം 12 പേരെ കറക്റ്റ് ടീമിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളൂ. അപ്പൊ ഈ ഫസ്റ്റ് റീലൊക്കെ എടുക്കാൻ പറയുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഒരേപോലെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു തൊട്ടേ? മടിയും കാര്യങ്ങളും എന്റെയൊക്കെ ക്ലാസ്സിലൊക്കെ ഒരു വീഡിയോ എടുക്കാൻ വിളിച്ചാൽ 2 പേര് വരും, 3 പേര് കുഴിയും, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എല്ലാവരും ഓക്കെയാണ്. ഞാൻ നിങ്ങളുടെ ഹൈലൈറ്റ് നോക്കിയ സമയത്ത് ആദ്യം എന്തോ മറ്റേ 2000 ലൈക്ക് 22,000 ലൈക്കോ അങ്ങനെ എന്തോ കിട്ടിയിടം തൊട്ട് ഇങ്ങനെ അങ്ങനെയുള്ളത് തൊട്ടേ ഇങ്ങനെ കിടപ്പുണ്ട്, ഇൻസ്റ്റയിൽ കിടപ്പുണ്ട്. അപ്പൊ ഫസ്റ്റ് ആ ഒരു സമയത്തൊക്കെ ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടോ ഇത്രയും അത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഫോളോവേഴ്സ് അത്ര തന്നെ. ഇങ്ങനെ ആൾക്കാർ അക്കൗണ്ട് കാണിക്കുമ്പോ അച്ഛനും പിള്ളേർക്കും 10K പക്ഷെ 3000K ആയിരുന്നല്ലോ നമുക്ക് ഒരു ടൈമില്. 3000-3100 ഞങ്ങളൊരു 10K ആയിരുന്നു. ഒന്നും സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ലായിരുന്നു. പിന്നെ 50 ഇത്. ഒരു ഒറ്റയടിക്ക് കേറി. അപ്പൊ 50 ആയപ്പോ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഭയങ്കര 50K കേക്ക് കട്ടിങ് സെലിബ്രേഷൻ വരെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സന്തോഷം പ്രതീക്ഷിക്കണില്ലല്ലോ. വീട്ടിലൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് വീട്ടില്. ഞാൻ നിങ്ങളുടെ ഏതോ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടിരിക്കുന്നു. ഒരു പെൺകുട്ടിയാന്ന് തോന്നുന്നു, യൂട്യൂബിലാന്ന് തോന്നുന്നു, കമന്റ് ചെയ്തിരിക്കുന്നു, എനിക്കും ഇങ്ങനെയൊക്കെ പോണോന്ന് ആഗ്രഹമായിരുന്നു, എന്ത് ചെയ്യാനാ, നേരത്തെ കല്യാണം കഴിഞ്ഞു പോയി, ഇപ്പൊ ഭർത്താവ് ഒന്നിനും വിടില്ലാന്ന്. നിങ്ങളാരും കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. ഇൻ ഫ്യൂച്ചർ ഈ വരുന്ന പാർട്ട്ണർ ഇങ്ങനൊന്നും സമ്മതിച്ചില്ലെങ്കിൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാ? ആദ്യമേ പറയൂ. പെണ്ണാൾ വരുമ്പോ ചോദിക്കും റീൽ എടുക്കാൻ സമ്മതിക്കും, റീൽ എടുത്തു തരുമോ, ഞങ്ങൾ കൂടെ വരുമോ, വീഡിയോ എടുക്കാൻ വരാൻ പറ്റുമോ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഓക്കെ, എല്ലാരും അങ്ങനെ തന്നെയാണ്. ഇതിന് സമ്മതിക്കത്തില്ലെങ്കിൽ വേണ്ട. അങ്ങനല്ല അങ്ങനല്ല. ഇനിയിപ്പോ കല്യാണം അങ്ങനെ ഞാൻ പറയട്ടെ, അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മള് മറ്റേ സ്വയമായിട്ട് എടുക്കാലോ. അല്ലേ അല്ല, നിങ്ങളിപ്പോ നമ്മളിപ്പോ ഈ 6:30 വൈകുന്നേരമാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്, വിളിച്ചോണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ട്. പക്ഷെ പല ആൾക്കാർക്കും ആഫ്റ്റർ മാരേജ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുമല്ലോ. അത് ഞാൻ ചോദിച്ചു, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ അതെങ്ങനെ ഫേസ് ചെയ്യും? അല്ല, ഒരു പരിധി വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് പോയേ പറ്റുള്ളൂ പറഞ്ഞിട്ട്. പക്ഷെ ഒരു പരിധി വരെ സമ്മതിക്കുമായിരിക്കും അവര്. കാരണം ഇത്ര കാലം നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടല്ലോ. ഇവിടെ വരെ കൊണ്ട് എത്തിച്ചു. പിന്നെ മാരേജ് ഒക്കെ കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് വേറെ പ്രയോറിറ്റീസ് ആയി നമ്മൾ മാറും. അപ്പൊ പിന്നെ എന്തായാലും എല്ലാരും പല വഴിക്കാവും. അതാ ഞാൻ അടുത്ത ചോദിക്കാൻ വന്ന കാര്യം തന്നെയായിരുന്നു. ഈ ഒരുപാട് സ്കൂള് തൊട്ടേ കോളേജിലൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നവര് പലരും നമ്മൾ കാണാറുണ്ട്. ആഫ്റ്റർ വെഡിങ് പ്രയോറിറ്റി മാറുമ്പോൾ എല്ലാവരും ടീമൊക്കെ തിരിഞ്ഞ് വേറെ വേറെ ആ ഒരു ഗ്രൂപ്പോ ഗ്യാങ്ങോ ഒന്നും ഉണ്ടല്ലോ. പിന്നെ മറ്റേ റീയൂണിയൻ അങ്ങനെയൊക്കെ കാണുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഇടയ്ക്ക് ഇപ്പൊ ആൾക്കാർ കൊഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടോ അതിനെ പറ്റി? ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും? കുറച്ച് അങ്ങനെ ചിന്തിക്കാറുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. ഒന്നാമത് ഞങ്ങൾ വേറെ വേറെ സ്ഥലമാണ്. ഞങ്ങളിപ്പോ ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ വേറെ വേറെ സ്ഥലത്ത് നമ്മൾ എന്തായാലും കല്യാണം കഴിച്ച് ഞാൻ ഇതേപോലെ ബീഹാറിലൊക്കെ പോയി തീർന്നില്ലേ. പാകിസ്ഥാനിലെങ്ങാനാണെങ്കിലേ നിങ്ങൾക്ക് കാണാൻ പെട്ടെന്ന് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എന്തേ 2 പൂച്ചക്കുട്ടികൾ സംസാരിക്കാറില്ല? ഇതാണോ? അയ്യോ, അനുഷ ഒന്ന് ചിരിക്കൂ, ഇതിൽ ചിരിയെങ്കിലും ശബ്ദമെങ്കിലും ഇവിടെ
ധനലക്ഷ്മി. ഞാൻ നോക്കുന്നുണ്ട്, പേര് നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്താ മിണ്ടാത്ത? അവർക്ക് ഗ്യാപ്പ് കിട്ടാത്തോണ്ടായിരിക്കും ഞങ്ങൾ 3 പേര് സൈലന്റ് ഞാൻ എണീറ്റ് നിർത്തിക്കും. ഓക്കെ, മിണ്ടണ്ട, പറയൂ, എന്തെങ്കിലും സംസാരിക്കൂ. എങ്ങനെയാണ് ഈ ടീമിലേക്ക് എത്തിയത്? ഇപ്പൊ എങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു? നല്ല ടോപ്പിക് കിട്ടിയില്ലേ? ഞാൻ MA-ക്ക് ജോയിൻ ചെയ്തിട്ടാണ് ഇവരുടെ കൂടെ ഒരു ടീം ഇരിക്കാൻ. ഞാൻ സീനിയർ ആയിരുന്നു അവരുടെ. ഡിഗ്രി കുറച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നെ MA-ക്ക് ജോയിൻ ചെയ്തത്. നമ്മള് നല്ലൊരു ടീമിന്റെ കൂടെ ചേർന്ന് അടിപൊളിയായിരുന്നു. ഡിഗ്രി അത്ര നല്ലൊരു ടീം ആയിരുന്നില്ല. സീരിയസ് ആയിട്ട് തന്നെ ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും പോലും ഇത്ര ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിലേക്ക് കടന്നപ്പോഴാണ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. നിങ്ങളുടെ ടീമിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ്? എന്ത് കാര്യം എല്ലാരും ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തന്നെ സംസാരിച്ച് തീർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ പൊട്ടിത്തെറി വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്? ഇഷ്ടംപോലെ 2 ദിവസം മുന്നേ കഴിഞ്ഞു. ഈ ലാസ്റ്റ് ഉണ്ടായ ഒരു വഴക്ക് പറയാൻ പക്ഷെ ഞങ്ങളത് സിറ്റുവേഷൻ നോക്കിയില്ലട്ടാ. ഞങ്ങളൊരു പ്രാങ്ക് ചെയ്തു. ഇവക്ക് എപ്പോഴും ദേഷ്യ, ഭയങ്കര ദേഷ്യം. എന്തെടുത്ത് വെക്കുകയാണെങ്കിലും മറ്റേതിനൊക്കെ ഇവക്ക് ദേഷ്യ. അപ്പൊ ഇവിടെ ആരോ മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. പക്ഷെ ഞങ്ങൾ അത് ഓർത്തില്ല. ഇവക്ക് ഞങ്ങൾ കിടന്നിട്ട് മച്ചൻ വരും, പ്രാങ്ക് ആരും മിണ്ടരുത്. പക്ഷെ അത് കുറെ മുന്നേ ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. പക്ഷെ അങ്ങനെ ടൈം കിട്ടി. അതല്ല കോമഡി. ഇതിന് മുന്നേ ഞങ്ങൾ ദേവൂടൊക്കെ ഞാൻ ഇതാക്കിയപ്പോ മച്ചാനോട് പറഞ്ഞിട്ടായിരുന്നു, മച്ചാൻ നമുക്ക് ദേവുവിനെ പ്രാങ്ക് ചെയ്യാം. മച്ചാൻ വേണ്ടിയിട്ട് ചിലപ്പോ അവള് സീരിയസ് ആയി കഴിഞ്ഞാലോ വെച്ചപ്പോ അത് കട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഇവക്ക് കൊടുത്തിട്ടാ. ഇവക്ക് കൊടുത്ത ഇവള് കേറി വന്നു. ഞങ്ങളിപ്പോ ഓരോന്ന് എടുത്ത് വെച്ചാൽ മരണ വീട്ടിലോട്ട് വരണേ. മരണ വീട്ടില് ശവടക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നിട്ട് വന്ന് കേറുമ്പോ തന്നെ മിണ്ടരുത്, ഇതാണ് ഞങ്ങൾ പ്ലാൻ. പക്ഷെ അവള് വന്നു കഴിഞ്ഞപ്പോ ക്യാമറ എടുത്ത് വെക്കലും വാതിൽ മുട്ടിലും ഒപ്പം ഞങ്ങൾ വിറച്ചൊക്കെ വന്ന് ഇരുന്നു. പിന്നെ കയ്യിന്ന് പോയിട്ടോ ഞങ്ങൾക്ക് പിന്നെ എന്താ ചെയ്യേണ്ടി അറിയില്ല. എന്തായിരുന്നു പ്രാങ്കിന്റെ പ്ലാൻ? എന്തായിരുന്നു? ഇവളെ ആരും മൈൻഡ് ചെയ്യരുത്. അങ്ങനെ എന്ത് പറഞ്ഞാലും ഞങ്ങള് ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കും. അപ്പൊ നമുക്ക് ദേഷ്യം വരും. ഞാനത് നല്ല പ്രാക്ടീസ് ആയിരുന്നു അല്ലേ? മച്ചാൻ അത് ചെയ്യാൻ പറഞ്ഞ പിന്നെ അങ്ങനെ തർക്കുത്തരം പറയാനായിട്ട് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു ഇവിടെ എങ്ങനെ അറിയാം, മച്ചങ്ങനെ പറയും ഇതാണ് ഇവിടെ എടുത്ത് വെച്ചു. ഇങ്ങനെ പിന്നെ പതിയെ പറയും, നമ്മള് കേൾക്കുന്ന കൊണ്ട് കേട്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇത് ചെയ്യും, ഇത് ആരാധന ചെയ്തിച്ച്. അപ്പൊ ഇവള് ഓ ഞങ്ങൾക്കൊന്നും വയ്യ പതിയെ പറയും. അത് കഴിഞ്ഞ് ലാസ്റ്റ് സീരിയസ് ആയി. പിന്നെ ആരും മിണ്ടണൊന്നുമില്ല. കുറച്ചുപേര് എനിക്ക് ഇവര് മിണ്ടാത്തതിനല്ല ദേഷ്യം വന്നത്. ഞാൻ കേറി വന്നപ്പോ ഇങ്ങനെ വലിച്ചു വരിട്ടിരിക്കാം. അപ്പൊക്ക് ഒന്നാമതേക്ക് അവിടെ നിന്ന് വന്ന സ്ട്രെസ്സിലാണ് ഞാൻ അങ്ങോട്ട് വരണേ. അപ്പൊ ഇവര് മിണ്ടാണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഇത് കണ്ടപ്പോ ദേഷ്യം വന്നു. നിങ്ങൾ മിണ്ടിയില്ലേ? എനിക്ക് അതെ, ഇത് കണ്ടപ്പോ ദേഷ്യം വന്നു. പിന്നെ ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു മച്ചാനെ ചായ. പിന്നെ ഞാൻ കൊറേ പാട്ടൊക്കെ പാടി. പാടിയതല്ലേ? അല്ല, സൂര്യകിരീട് മൈൻഡ് ചെയ്യുന്നില്ല, ആരും മിണ്ടുന്നൊന്നുമില്ല. ഉടക്കായി. പിന്നെ ഉടക്ക് കുറച്ച് കഴിഞ്ഞ് ഞാൻ മാറും. ഞങ്ങൾ രാത്രി കിടക്കുമ്പോ ഇങ്ങനെ ദേഷ്മ മിണ്ടുന്നില്ലല്ലോ, പ്രശ്നമാവോ? അപ്പോൾ ദേഷ്മൻ കുഴപ്പമൊന്നുമില്ല, മിണ്ടിക്കോളും. പിന്നെ രാവിലെ എണീറ്റപ്പോ ആരും ഇവിടെ മിണ്ടണമൊന്നുമില്ല, മിണ്ടുന്നില്ലല്ലോ, സീരിയസ് ആയോ? അപ്പൊ അതിന് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചു. കഴിഞ്ഞു. പ്രാങ്ക് പോയി. പിന്നെ കരച്ചിലായി. എന്റെ ഒരു ഉച്ചയ്ക്ക് ശേഷം കരച്ചിലായി. കരഞ്ഞിട്ട് ഞാനിവിടെ കരച്ചിലായി. കൂടെ നന്ദും കരയാ. ദേഷ്യപ്പെടാം. എനിക്ക് കൂടുതൽ ദേഷ്യപ്പെട്ടാൽ ഞാൻ കരഞ്ഞു പോകും. അപ്പൊ ഞാൻ ദേഷ്യപ്പെടും. അപ്പൊ അങ്ങനെ അതാണ് അവസാനം നടന്നാടി. ഓക്കെ, നിങ്ങളെല്ലാം ഒരുമിച്ചാ നിക്കുന്നത്. അപ്പൊ വീടെടുത്തിട്ട് നിക്കാം. ഓ കൊള്ളാലോ. അപ്പൊ ഭയങ്കര രസമായിരിക്കുമല്ലോ. നിങ്ങൾ ഇത്ര നാൾ പഠിച്ചു വന്ന് ഇപ്പോൾ ഒരുമിച്ച് സ്റ്റേജ് ചെയ്തിട്ട് ഭയങ്കര രസമായിരിക്കും അല്ലേ? ഓക്കെ, നിങ്ങളിപ്പോ ഇപ്പൊ എന്താ ചെയ്യുന്ന കറന്റ്ലി? ഡാൻസ് ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഓരോ സ്കൂളിൽ. എല്ലാവരും ഓരോരോ സ്കൂളിൽ കയറി. എവിടേക്കാ? തൃപ്പൂണിത്തറ NSS ഹയർ സെക്കൻഡറി. അതിനറിയണ പോലെ NSS അറിയില്ല. ഞാൻ എന്താ തിരിച്ചു എന്താ നല്ല നല്ല ഐബ്രോസ് കൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണിക്കാൻ. അങ്ങനെ ഇരിക്കുള്ളൂ. ഓക്കെ, എവിടെയാണ് പഠിപ്പിക്കുന്നത്? കാലടി. സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ. സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ. 3 പേര് ഡാൻസ് ടീച്ചേഴ്സ് തന്നെയല്ലേ? 3 പേര്. 4 ഡാൻസ് ടീച്ചേഴ്സ് ഉണ്ട് അവിടെ. ഞങ്ങളെല്ലാവരും. അതെന്താ
വെസ്റ്റേൺ അങ്ങനെയൊന്നുമില്ല. സാധാരണ ഒരു സ്കൂൾ അത് ഞാൻ കഴിഞ്ഞ വർഷം ആ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചേ. അപ്പൊ അവിടെ 3 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഞാനടക്കം വേറൊരു ടീച്ചർ പിന്നെ ഒരു സാറ്. അപ്പൊ ആ ടീച്ചർ ഈ വർഷം പോവാന്ന് പറഞ്ഞപ്പോ വേറെ ടീച്ചേഴ്സിനെ വേണമായിരുന്നു. അപ്പൊ എന്റെ കൂടെ തന്നെ ആളുണ്ടോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരാളായിട്ട് വരാൻ പറ്റൂല, കാരണം 5 ദിവസം നമുക്ക് സ്കൂളിൽ പോകാൻ നമുക്ക് പറ്റില്ല, വേറെ എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ ലീവ് എടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഞാൻ പ്രിൻസിപ്പളിനോട് ഇങ്ങനെ ചോദിച്ചു 2 പേരാക്കിട്ട് ഷിഫ്റ്റ് ആക്കാൻ പറ്റുമോ, 3 ദിവസം ഒരാൾ 2 ദിവസം ഒരാൾ അങ്ങനെ. അപ്പോൾ പ്രിൻസിപ്പൾ ഇങ്ങനെ മാനേജ്മെന്റിനോടൊക്കെ സംസാരിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെ ഞങ്ങൾ സെറ്റാക്കി നിങ്ങൾ 3 പേരും കയറി. അപ്പം സാലറി ഒക്കെ ഈ പറഞ്ഞ നേരത്തെ അവർക്ക് കൊടുക്കുന്ന റേഞ്ച് തന്നെ നിങ്ങൾക്കും തരും? നമുക്ക് ഡെയിലി വേജ് തരും. മറ്റേത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരുന്നു, നമുക്ക് ഡെയിലി വേജ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ എവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ പെരുമ്പാവൂരുള്ള വിമല സെൻട്രൽ സ്കൂളിൽ. ഞാൻ കലൂര് സെന്റ് ജൂഡ് ഇംഗ്ലീഷ് മീഡിയം. ഓക്കെ. എല്ലാരും ഇവിടെ കൊച്ചി എങ്ങനെയൊക്കെ തന്നെ ബേസ് ചെയ്ത് പോകുന്നത്? നിങ്ങളുടെ ബാക്കിയുള്ളവരും ഇവിടെ തന്നെ പഠിപ്പിക്കുകയാണോ? ഇല്ല എന്റോടിയാ അല്ല, 12 ബാക്കിയുള്ളവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്? ഇല്ല എല്ലാരും വേറെ വേറെ? ഇല്ല, മിഥുന വീട്ടിലാ നിക്കണേ, ഞങ്ങളുടെ കൂടെ അല്ല, മിഥുനന്റെ വീട്ടിൽ തന്നെയാ നിക്കണേ. സ്കൂളിൽ ഇപ്പൊ അവള് പഠിപ്പിക്കുന്ന സ്കൂളിൽ ഇവള് കയറിയിരിക്കണം. മിഥുനക്ക് നല്ല ഫാൻസ് ഉണ്ടല്ലേ? കൂട്ടത്തിൽ ഏറ്റവും ഫാൻസ് ആർക്കാ? മിഥുന, മീനു, മീനാക്ഷി നമ്മുടെ സിനിമയിലെ മീനാക്ഷി വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കെ. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും മീനുനല്ലാതെ വേറെ ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആരും ഇല്ല? ഇങ്ങനെ ഇല്ല, ആർക്കും അങ്ങനെ താല്പര്യമില്ല. മീനുവിന് മാത്രമേ ഉള്ളൂ. മീനു ഫസ്റ്റ് ഈ പ്രിൻസില്, അതും ദിലീപേട്ടന്റെ ഒരു നായികയായിട്ടൊക്കെ കിട്ടിയപ്പോ നിങ്ങളുടെ റിയാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? സന്തോഷായി. ഒരുമിച്ച് പോയി സിനിമ കണ്ടു ഞങ്ങളെല്ലാരും. മീനും ഞങ്ങളെല്ലാരും കൂടി പോയിട്ട് കണ്ടു. അപ്പൊ അന്ന് സർപ്രൈസ് ആയിട്ട് ദിലീപേട്ടൻ അവിടെ വന്നിരുന്നു. അവള് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് ഇന്റർവെൽ ആയ സമയത്ത് വെറുതെ പോയി നോക്കിയപ്പോ ഭയങ്കര ആൾക്കൂട്ടം. അപ്പൊ ഉണ്ട് ദിലീപ് അവിടെ. അപ്പൊ അങ്ങനെ സംസാരിച്ച് നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ എനിക്ക് യൂട്യൂബിൽ ഇടാൻ കവർപ്പിക്ക് കിട്ടി, വ്ലോഗ് ഇടാൻ കവർപ്പിക്ക് കിട്ടി ദിലീപ്. മീനു പണ്ട് ഈ പറഞ്ഞ നിങ്ങളുടെ കൂടെയുള്ള സമയത്ത് ഈ ആക്ടിങ് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് അതിന്റെ കൂടെ തന്നെയായിരുന്നു? ഡിഗ്രിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇയറിലൊന്നും നോക്കാൻ സിനിമ ഒന്നുമില്ല. ഒരു സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴാണ് സിനിമ മോഹം വന്നു തുടങ്ങിയത്. അതിനുശേഷം പിന്നെ സിനിമ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പൊ നിങ്ങൾക്ക് അത് ഭയങ്കര ഒരു വെയിറ്റ് അല്ലേ നിങ്ങളുടെ കൂടെ പറയുമ്പോ ഭയങ്കര സന്തോഷല്ലേ? ഓക്കെ. പക്ഷെ മീനും കൂടെ ഇപ്പൊ വേണമായിരുന്നു. മീനിന്റെ ഒരു നല്ലൊരു പോസിറ്റീവ് എന്താ? മീനിപ്പില്ലാത്ത സാഹചര്യത്തിൽ ചോദിക്കാം. ബോൾഡ് അല്ല, ഭയങ്കര സെൻസിറ്റീവ് ആള്. അല്ല, നമുക്ക് തോന്നും ഭയങ്കര ബോൾഡ് ആണ് അവൾക്ക്. എന്താ പറയാ, ഇതൊന്നും പ്രശ്നമില്ല, എന്തെങ്കിലും ആവട്ടെ അങ്ങനെയൊക്കെ പറയും. ഞാൻ എനിക്ക് കുഴപ്പമില്ല, അതെനിക്ക് പ്രശ്നമില്ലാന്ന്. പക്ഷെ അവൾ ഒറ്റക്ക് കിട്ടിയ അവള് കംഫർട്ട് ആയിരിക്കുന്ന സ്ഥലത്ത് അവൾ ഇങ്ങനെ എടി എനിക്ക് പറ്റില്ല, എനിക്ക് സങ്കടം, അങ്ങനെ ആയിപ്പോ. അല്ല, ദിലീപേട്ടന്റെ കൂടെ ഇങ്ങനെ അഭിനയിക്കാൻ പോകുന്ന സമയത്തൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ എന്തെങ്കിലും ടെൻഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാറില്ല? ഇല്ല, അങ്ങനത്തെ കാര്യത്തിലൊന്നും ടെൻഷൻ ഇല്ല. അവൾക്ക് അങ്ങനെ ഷൂട്ടിന് പോവാതൊന്നും പ്രശ്നം. അത് ഒറ്റയ്ക്കായാലും പൊക്കോളൂ. അത് അവളെ വീട്ടിൽ ആർക്കും ആ ടെൻഷൻ ഇല്ല. ആള് വീട്ടിൽ തന്നെ നിൽക്കുന്നത്, നിങ്ങളുടെ കൂടെ അല്ല? ഇടയ്ക്ക് വന്നിട്ട് നിക്കത്തേ ഉള്ളൂ. ഓക്കെ. നിങ്ങളുടെ എല്ലാവരുടെയും പണ്ട് തൊട്ടുള്ള ആഗ്രഹം ഈ ഡാൻസ് ടീച്ചർ ഇതൊക്കെ തന്നെയാ എല്ലാവർക്കും? കൊച്ചിയിലെ വേറെ എങ്ങനെ വെറൈറ്റി കണ്ടീഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല? ഡോക്ടർ ആവണം, നേഴ്സ് ആവണം, അതൊക്കെ ഉണ്ടാവൂലോ. അപ്പൊ ടീച്ചർ, സ്കൂൾ ടീച്ചർ. സ്കൂൾ ടീച്ചർ എന്നിട്ട് ചൂരിലൊക്കെ എടുത്തിട്ട് ചെടിയിലൊക്കെ ഇങ്ങനെ അടിച്ചു പഠിപ്പിക്കും. അത് എനിക്കുണ്ടായിരുന്നു ബോളിലൊക്കെ. ഇപ്പൊ കുട്ടികളെ അടിക്കാറുണ്ടോ ഡാൻസ്? കമ്പിൽ തന്നെ ഉള്ളൂ. ഇല്ല. ഇവിടെ കാര്യമായിട്ട് കളിച്ചില്ലെങ്കിൽ നമ്മള് ചീത്ത പറയും. അതിനല്ലാതെ അടിക്കല് കാര്യങ്ങളൊന്നുമില്ല. അടിക്കാൻ പറ്റില്ല, സ്കൂളിലല്ലേ. സ്വന്തം ക്ലാസ്സിലൊക്കെ അടിക്കും. നിങ്ങൾക്ക് കിട്ടിയ ചീത്തയൊക്കെ നിങ്ങൾ പറയും? ഫ്രസ്ട്രേഷൻ എവിടെയല്ലേ തീർക്കുന്നത്? ഇവിടെയാണെങ്കിൽ ഇംഗ്ലീഷും പറയണം. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഇൻ, സീറ്റ് പോയിരിക്കാൻ മനസ്സിലായില്ലേ? അവൾ ഒറ്റ വാക്കിൽ പറയുന്ന ടീച്ചറാണ്. ഒറ്റ വാക്കിൽ മനസ്സിലാക്കണം. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ സൂര്യയുടെ ആണെന്ന് തോന്നുന്നു ഗുരുവായൂർ അമ്പലത്തിൽ എന്തോ ഒരു പ്രോഗ്രാമിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ജതിയൊക്കെ. നമുക്കൊരു എന്തെങ്കിലും ഇത്തിരി ടഫ് ആയിട്ടുള്ള ഒരു ജതി ഒന്നും തൽക്കാലം എങ്ങനെയും ഒക്കെ നമുക്ക് വേണ്ടിട്ട്. താക്കു ദണക്കു തക്ക ദണക്കു ഗിണുക്കു തക്ക തക്കിട്ട ജം ജം താ. താക്കു ദണക്കു തക്ക ദണക്കു ഗിണുക്കു തക്ക തക്കിട്ട ജം താ. താക്കു ദണക്കു തക്ക ദണക്കു ഗിണുക്കു തക്ക ത ജം തക്ക ദിക്കു കിടതക തരകിട ജം ത ജം തക്ക ദിക്കു കിടതക തരകിട ജം ത
തജം തക്കതി കുക്കടക തിരകിടജം. താങ്ക് യു. ഇതുപോലെ ബാക്കി എല്ലാവരും ഇതുപോലൊക്കെ പറയുമായിരിക്കും. ഞാൻ വരാം. ഈ ഡാൻസ് പഠിക്കുമ്പം ഈ പാട്ട് പാടാനുള്ള കഴിവ് ഇതൊക്കെ ഒരു മസ്റ്റ് ഫാക്ടർ ആണോ? ഞങ്ങൾ പാടാറില്ല. പാടാത്തവരും പാടും ഇല്ലേ? അല്ല, അതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഡാൻസ് അറിയണം, പഠിച്ച് പ്രൊഫഷണൽ ആക്കണം എന്നുണ്ടെങ്കിൽ പാട്ടും താളൊക്കെ ബേസ് ആയിട്ട് എന്തായാലും അറിഞ്ഞേ പറ്റൂ. ഓക്കെ. എൻഗേജ്മെന്റ് കഴിഞ്ഞത് കൊണ്ടാണോ കുട്ടി മിണ്ടാത്തെ? എത്ര നേരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അക്ഷരം, എന്തെങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞേ. എന്റെ കല്യാണം കഴിഞ്ഞു. നേരത്തെ പറയുന്നുണ്ടായിരുന്നു മറ്റേ എൻഗേജ്മെന്റ് റിംഗ് ഒന്നും ഇടാതെ വന്നിരിക്കുന്നതെന്ന്. ഞാനിപ്പോ അങ്ങനെ എടുത്തെന്ന് ചോദിച്ചു. എന്താ കുട്ടാ മിണ്ടാത്തെ? എന്തെങ്കിലും അത് അവളും അങ്ങനെ ഒരു എന്താ പറയാ കംഫർട്ട് സോണിൽ മാത്രം സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഒരു നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇല്ലേ, മറ്റേ കല്യാണം കഴിഞ്ഞിട്ട് പാർട്ട്ണർ വിട്ടില്ലെങ്കിൽ എങ്ങനെയാന്നൊക്കെ. അനുഷയുടെ പാർട്ട്ണർ ആൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. റീലും കാര്യങ്ങളും ഡാൻസ് എല്ലാത്തിനും സപ്പോർട്ടാണ്. ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് വരുന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി ആയി. ആളുടെ ഫാമിലിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അതെ, ആർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസും കാര്യങ്ങളൊക്കെ. ഇത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലവ് മാരേജാ അല്ല അറേഞ്ച് മാരേജാ? ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ പോണം, ഇങ്ങനെയൊക്കെയാണ് താല്പര്യം എന്നൊക്കെ, ഡാൻസ് എന്നൊക്കെ? അല്ല, അറിയാലോ ഞങ്ങൾ ഇങ്ങനെയാണ്. ഞങ്ങള് ആലുവയില നിൽക്കുന്നതെല്ലാം അറിയാം. ആൾക്ക് ഇഷ്ടമാണ് ഇതൊക്കെ. നിങ്ങളുടെ കൂട്ടത്തില് എല്ലാവരും സിംഗിൾസ് ആണോ കമ്മിറ്റഡ് ആണോ? സിംഗിൾസ്. എന്താ ആരെയും വിഷമിപ്പിക്കാറില്ല, ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നോ അങ്ങനെ എന്തൊക്കെയോ ഞാനിങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു പോയതായിട്ട് കേട്ടു. അതൊരു കാര്യം കിട്ടുന്നത്. എങ്ങനെയാണ് ഒരേ സമയം നമുക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്? 2-3 ടിപ്സ്. അങ്ങനെ ഒരേ സമയമൊന്നും ഇല്ല. ഒരേ സമയത്ത് ഒരാള് ഒരേ സമയത്ത് രണ്ടുപേരും നമുക്ക് അറിയാൻ താല്പര്യമില്ല. ഒരു സമയത്ത് ഒരാളെ ഫോക്കസ് ചെയ്യുള്ളൂ ഒരു സമയം. ഇതുവരെ എത്ര ആളുകൾ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് പക്ഷെ അങ്ങനെ കാണുമ്പോ ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര പ്രേമരോഗ്യാണ്. ആക്ച്വലി എനിക്ക് അങ്ങനെ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. അല്ല നമുക്ക് അപ്പൊ എനിക്ക് ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന ആൾക്കാർ ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ അപ്പൊ ഞാൻ ഒഴിവാക്കും. അപ്പൊ എനിക്ക് ദേഷ്യം വരും. എന്നോട് സംസാരിക്കണം, എനിക്ക് ഇങ്ങനെ പരസ്പരം സംസാരിക്കാൻ പറ്റണം. എത്ര പേര് ഒഴിവാക്കിയിട്ടുണ്ടായി? ഞാൻ സോറി നേരത്തെ പറഞ്ഞാൽ എവിടെയോ ഏതോ സൂപ്പർ മാർക്കറ്റിൽ എന്താ പോയിട്ട് ആരും നോക്കിയൊരു കഥ. അത് പക്ഷെ ആ ചെക്കൻ ഹിന്ദി ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. ഞങ്ങളുടെ ഭാവിയിൽ അതൊരു പ്രശ്നമാവും. വേണ്ടെന്ന് വെച്ചു. ഇതുപോലെ നിങ്ങൾക്ക് പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? ലൈക്ക് ഇൻസ്റ്റയിലൊക്കെ? എനിക്ക് വരാറില്ല. അല്ല, ഇൻസ്റ്റയിൽ ആരും പ്രപ്പോസ് ചെയ്യാറൊന്നുമില്ല. അവര് വന്ന് പറയാ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പറയും. അല്ലാതെ പ്രപ്പോസൽസ് ഒന്നും വന്നിട്ടില്ല. ആർക്കാ മറ്റേ അത് വേറൊരു കുട്ടി, അവള് പോയി, അവള് ഗൾഫിൽ. ഓക്കെ. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ പ്രപ്പോസൽസ് വന്നത്? നിങ്ങൾക്ക് ലൈക്ക് വീഡിയോയുടെ താഴെ വന്നതിൽ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കമന്റ് ഏതാ? പക്ഷെ അങ്ങനെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യണ കമന്റ്സ് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാവരും നോർമലി ഇടുന്ന കുട്ടി രസമുണ്ട്, ഈ കുട്ടി രസമുണ്ട്. പക്ഷെ മെസ്സേജിൽ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്, നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇതേപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് എടുക്കണം, അതൊക്കെ കാണുമ്പോൾ. പക്ഷെ കമന്റ്സിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഏതെങ്കിലും സെലിബ്രിറ്റീസ് ആരെങ്കിലും ഇതുവരെ എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് അയക്കുകയോ കമന്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇടാറുണ്ട്. മറ്റേ തണ്ണീർമത്തൻ ദിനങ്ങള്, സൂപ്പർ ശരണ്യ, സൂപ്പർ ശരണ്യയില് നമ്മൾ റീൽ ചെയ്ത സമയത്ത് അവരെല്ലാരും ശരി സൂപ്പർ ശരണ്യ മുന്നേ സൂപ്പർ ശരണ്യ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ തിയേറ്ററിൽ പോയി വെറുതെ എടുത്ത് റീൽ ഇട്ടിരുന്നു അതിന്റെ ആ തിയേറ്ററിന്ന്. അപ്പൊ അതിൽ അവരുടെ ഒക്കെ കമന്റ്സ് ഇട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ചേച്ചിയില് ജൂൺ സിനിമയിലെ ടീച്ചർ ഇല്ലേ, ആ ടീച്ചർ പേഴ്സണൽ മെസ്സേജ് ഇട്ടു, ഞങ്ങളുടെ ഇൻബോക്സിൽ മെസ്സേജ് ഇട്ടു. പിന്നെ നവ്യ നായർ നവ്യ നായർ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോറി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷം. ചെയ്തൊരു സംഭവം എല്ലാവരും അക്സെപ്റ്റ് അല്ല, അവര് ശ്രദ്ധിച്ചപ്പോ നമുക്കൊരു സന്തോഷം വരും. നമുക്ക് ചെറിയൊരു ഗെയിം സെക്ഷനിലോട്ട് പോയാലും. അപ്പൊ ഗെയിം വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് റാൻഡം ആയിട്ട്, ഇപ്പൊ 7 പേരല്ലേ, ചുമ്മാ റാൻഡം ആയിട്ട് ഒരു 1 2 3 4 ലൈക്ക് ഡിസോർഡർ ആയിട്ടൊന്ന് നമ്പർ വിളിച്ചോ. 7 പേരല്ലേ ഉള്ളൂ. 5 ഞാൻ പറഞ്ഞു. 4 എടാ മോന് ആരെങ്കിലും 1 2 ഞാൻ എടുത്തോളാം. വേണോ നിനക്ക്? വേണോ? 4 5 5 4 5 6 6 6 6 ഞാൻ 6 7
എന്തെങ്കിലും കിട്ടിയോ? എന്റെ 3 അവള് കൊണ്ടുപോയിട്ട് മതി മതി, കിട്ടിയില്ല. എന്തെങ്കിലും എന്റെ എത്രയായിരുന്നടി? എത്രയൊന്ന് പറയാൻ പറ. 1 2 3 5 6 7. ഓക്കെ ഓക്കെ. പാവം കുട്ടി എന്തെങ്കിലും കിട്ടിയാൽ അത് എന്തേലും കഥയൊക്കെ. ഓക്കെ. അപ്പൊ ഞാൻ ഇതില് ഞാൻ ഈ 1 2 3 4 നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ചുമ്മാ റാൻഡം ആയിട്ട് ഇപ്പൊ ഞാൻ എടുക്കുന്നതിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ആ ഒരു സിറ്റുവേഷനിൽ ഉള്ള നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താന്നുള്ളത് കാണിക്കാം. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ശരി. 7. നല്ല തിരക്കുള്ള ഒരു ബസ്, നല്ല ബ്ലോക്കും ആണ്. ഉടനെ എങ്ങും എത്താൻ പറ്റൂല. സീറ്റിൽ ഫുൾ ആൾക്കാരെ തിങ്ങി നിൽക്കുക. കാലൊക്കെ കഴിച്ചിട്ട് വൈകുന്ന ഇരുന്നാ മതി. അപ്പം ബാക്കി എല്ലാവരും ഇരുന്നിട്ട് ഈ ഫോണിൽ കളിക്കുന്ന കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, നമുക്ക് ഇരിക്കാനും പറ്റുന്നില്ല. ആ ഒരു ഗതികേടും ദേഷ്യവും എല്ലാം കൂടെ വിഷമവും ഒക്കെ കൂടെ മിക്സ്ഡപ്പ് ആയ ഒരു സംഭവം. ഇഷ്ടപ്പെട്ടു. എത്ര മാർക്ക് കൊടുക്കണം കുട്ടിക്ക്? ഒരു 9 ഇരുന്നോട്ടെ. 9. ഓക്കെ. നിങ്ങൾക്ക് കിട്ടിയ തോറ്റു കൂട്ടാ. കുട്ടിക്ക് 9 ആയ. അതെ, എനിക്ക് 10 നമ്പർ 1. ഫുഡ് കഴിച്ചു കഴിഞ്ഞു, കയ്യിൽ ക്യാഷ് ഇല്ല, പേയ്മെന്റ് ടൈമിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, പെട്ടു. കഴിച്ച് ഗൂഗിൾ പേ ചെയ്യുന്ന തൊട്ടെടുക്കാം അല്ലേ? അടുത്തു അതൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്തോ. ആൻസർ ചെയ്യുമെന്ന് എനിക്ക്. ചേട്ടാ എത്ര? 205. ഗൂഗിൾ പേ ഉണ്ടോ? എന്തുതാ സ്കാനർ? സ്കാനർ വർക്ക് ചെയ്യുന്നില്ല എന്നാ തോന്നണേ. ഉൾനാട്ടൻ ഞാൻ പറയാം. പക്ഷെ എന്റെ മൂടങ്ങോട്ട് പോയി. ഒരു ഉൾവിളി ഉള്ളതുകൊണ്ട് 7 പേർക്ക് 8 ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എട്ടാമത്തെ നമ്പർ ഞാൻ തരാം കേട്ടാ. നല്ല അടിപൊളിയായിട്ട് ഡ്രസ് ചെയ്ത് പുറത്തോട്ട് പോകുമ്പോ സമയത്ത് ചാണകത്തി ചൂട്ടി. ശരി. എടിതെങ്ങനെയുണ്ട് ഡ്രസ്? അമ്മ അടിപ്പിച്ച പുതിയതാ എന്റെ പൊന്നി. 1000 റുപ്പീസായി സാരി എടുത്തപ്പോ തന്നെ. സാരി പുറ്റക്കടമുണ്ട്. അമ്മ അടുപ്പിച്ച പുതിയ പാവാണ്. എന്താ പറ്റിയേ? വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് ചാണകത്തിൽ ചവിട്ടിയതാ. കൊഴപ്പില്ല, ഇറ്റ്സ് ഓക്കെ. ഇത് പ്രശ്നമില്ല, അത് കഴുകി കളഞ്ഞാൽ പോവൂലോ. മറ്റേന്റെ വിഷമം കൂടി ഇവര് മാറ്റിട്ടുണ്ട്. 10. ഞാൻ 10 മച്ചാനെ. ഓക്കെ. മച്ചാൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് നമ്പർ 6. കണ്ട തോന്നുന്നുണ്ട്. അങ്ങനെ ചെയ്യോ? ഡാൻസിന് സ്റ്റേജിൽ കയറാൻ വേണ്ടിട്ട് ഫുൾ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഫുൾ സെറ്റായി കയറാൻ നിൽക്കുന്നതിന് തൊട്ട് മുന്നേ അത് സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല എല്ലാവർക്കും, സ്വാഭാവികം. പക്ഷെ ഇത് ഭയങ്കര സീനായിട്ടുള്ള രീതിയിലാണ്. വേണമെങ്കിൽ തലേദിവസം തൊട്ടേ എന്തെങ്കിലും വയറിന് സുഖം കൂട്ടിക്കോ. വേണ്ട, പരിപാടിയുടെ അന്ന് മതി. രാവിലെ തൊട്ട് പരിപാടി മേക്കപ്പ് ചെയ്യണോ ഞാൻ? വേണ്ട. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. ഒരു 5 മിനിറ്റ്. അടുത്ത ആരാണോ?
എനിക്ക് പോയില്ലെങ്കിൽ പ്രശ്നാടി. അമർന്നിരിക്കി പറ്റുന്നില്ലടി. എടി, നേരത്തെ കഴിച്ച പപ്സിന്റെ തോന്നുന്നുണ്ട്. സീറ്റും വെച്ചോ. എടി, ഞാൻ 5 മിനിറ്റ് ഞാൻ പോയിട്ട് വരട്ടെ. അടുത്തതായി രേഷ്മ. ദളങ്കു തക്കത്തിക്കു തക്കതാദ്യം കിട്ടത്തോ. സത്യമായിട്ട് ഞാൻ മറന്നുപോയി. അത് കുഴപ്പമില്ല, ഇതൊക്കെ എല്ലാം വേറെ പേര് പറയാൻ പറ്റുമോ? അങ്ങനെ പറയണ്ടേ. എല്ലാവർക്കും ഉള്ളതല്ലേ. മാർക്ക് കൊടുക്കും. 10 20 പിടിച്ചോട്ടെ. കൊള്ളാം. 4 ഐബ്രോസ് വെച്ചൊരു ഭയങ്കര സിമ്പിളാ. ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഉത്തരം അറിയാം, പക്ഷെ ഭയങ്കര ടെൻഷൻ കാരണം അത് പറയാൻ പറ്റുന്നില്ല. പറയുന്ന മുഴുവൻ തെറ്റിച്ച. 4ാമത്തെ നമ്പർ ഞാനാ. കോൺഫിഡൻസ് അതല്ല, അടുത്ത 4. പിന്നെ ഫുൾ ഞാൻ അതിനായിരുന്നു ക്വസ്റ്റ്യൻ. ടീച്ചർ ചോദ്യം ചോദിച്ചു, ഉത്തരം അറിയാം, പക്ഷെ അത് പറയാൻ പറ്റുന്നില്ല, ടെൻഷൻ കാരണം പറയുന്നൊക്കെ തെറ്റിപ്പോവാ. ആരിലും വേണമെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു ചോദിക്കണം. ധനലക്ഷ്മി, മോഹിനിയാട്ടത്തിലെ ചരിത്രം ഒന്ന് ഷോർട്ടായി വിവരിക്കൂ. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ പറയാട്ടോ. ധനലക്ഷ്മിയോടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. പഠിച്ച എന്താ പറയാൻ പറ്റാത്തേ? ഇച്ചിരി ഇട്ട് കൊടുക്കാറ്. 1900 ഏതാ 1900? എനിക്കറിയില്ല മിസ്സേ. Get out from the class. ശരിക്കും ഇങ്ങനെ തന്നെയാ. ജീവിതത്തിൽ നിന്ന് എടുത്തൊരേടായിരുന്നു. മാർക്ക് കൊടുക്കും കുട്ടിക്ക്. പറഞ്ഞു കൊടുത്തത് തെറ്റ് ആൻസർ. മാർക്ക് കൊടുക്ക്. സ്വന്തമായിട്ട് ഇങ്ങനൊക്കെ വെറുതെ മാർക്ക് ശരിയാക്കി തരാതെ ഞാനൊക്കെ വെച്ചനോളെ പീകം പൊക്കല്. ഇനി എക്സ്പ്രഷൻ ഫ്രണ്ടിന്റെ കല്യാണം കൂടാൻ പോയി. അവിടെ ചെന്നിട്ട് നോക്കുമ്പോ കല്യാണ ചെക്കൻ എക്സ് ബോയ് ഫ്രണ്ട്. ഓഷിച്ചത് എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. 2 പേർക്ക് അവസരം തരാം. ഇത് കഴിയുമ്പോണ്ട് സൂര്യ. അയ്യോ വേണ്ട, ഞാൻ നമ്മുടെ ക്യാമറമാനാണ് എക്സ് കല്യാണ ചെക്കൻ. എന്താടി ബിരിയാണി പോലെ ചോറ് തിന്നിട്ട് പോവാം. എല്ലാ ഇന്റർവ്യൂലും ഒരു ബിരിയാണി വരും. അങ്ങോട്ടായിരുന്നു ഒരു ബിരിയാണി. രാവിലെ ബിരിയാണി തിന്നാലേ. അതിന്റെ ഇടയ്ക്ക് അത് ആദ്യം ആലോചിക്കുന്ന അരുണേട്ടനെ കണ്ടാലും കഴിപ്പില്ല. കുഴപ്പമില്ല. സൂര്യ പറയൂ. കാണിക്കേ നോക്കട്ടെ. നമ്മുടെ ഇതാട്ടോ ക്യാമറമാനാണ്. നമുക്ക് എന്താ ഈ കല്യാണം കഴിഞ്ഞിട്ട് വേഗം ഇവനല്ലേ പറഞ്ഞ എന്നെ പ്രേമിച്ച് നിർത്തിയപ്പോ ഇനി ജീവിതത്തിലൊരു പെണ്ണില്ലാന്ന്. എന്നിട്ടിപ്പോ നിനക്കിപ്പുണ്ടോ?
എനിക്ക് രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ അവന് പറ്റുന്നില്ലടി. അവൻ കുഴപ്പമില്ല, നിന്നെക്കാട്ടി നല്ല പെണ്ണിനവന്. മാറ്റിയെടുക്കാൻ പറ്റുമോ? ചെയ്ത് വരുമ്പോ ഇനി ഇമോഷണൽ ആയതിന്റെ കണ്ണ് നോക്ക്. കണ്ണൊക്കെ നിറഞ്ഞ് ഇപ്പൊ തുളുമ്പെന്ന് വേണ്ട, അടുത്താണ് വിളിക്ക്. ഞാനില്ലേ കളിക്കും. നെക്സ്റ്റ് 5. എക്സ്പ്രഷൻ ചേഞ്ച് ഒന്നുമില്ല. റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് ദേവിയുടെ ക്രഷ് വരുക. ഭയങ്കര ഇഷ്ടം ഒരാളും ഭയങ്കര ഒരുപാട് നാളായിട്ട് ഇഷ്ടമുള്ള ഒരു ക്രഷ് നടന്നു വരും ഓപ്പോസിറ്റ് നിന്ന്. അപ്പൊ കുറച്ച് ഭയങ്കര ജാടയൊക്കെ ഇട്ട് ഷോയൊക്കെ ഇട്ട് നടന്നു പോകണം എന്നാണ് മനസ്സിൽ. അങ്ങനെ നടന്നു പോകുമ്പോൾ നേരെ കഞ്ഞടിച്ച് വീണു. അവൻ കണ്ടു, അവിടെ എണീറ്റിട്ട് അവനെ ഫേസ് ചെയ്യാൻ വേണം. അപ്പൊ ആദ്യം നടന്നു വരുന്നത് അവനെ കൃഷിനെ കാണുമ്പോഴുള്ള സന്തോഷം, പിന്നെ ജാടയിടാന്ന് വിചാരിച്ചു ജാട ഇടുന്നത്, അതിന് വീണത്, അതിന് എണീറ്റിട്ടുള്ള ഒരു ചമ്പല്. പോരട്ടെ, പൊക്കവേ നടക്ക. സൗണ്ട് ഇടുമ്പോ പറയണേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൗണ്ട് ഉണ്ടോ? കണ്ട് എന്താ ചെയ്യ, വീഴുകയും ചെയ്തു. ഒന്നുമില്ല, സ്ലിപ്പായത് മഴയല്ലേ. നമുക്ക് കിട്ടാത്ത 10 മാർക്സ്. കുട്ടിക്ക് മാർക്ക് എനിക്ക് മാർക്കാരും തന്നില്ല. മാർക്ക് കൊടുക്കും. 10 അവർക്ക് 5.5 മതി. ഓക്കെ, ഫാമിലി ആയിട്ട് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്രഷോ ലവറോ ആരെങ്കിലും കയറി വരുന്നു. വീട്ടിലറിയൂല. അമ്മ നമുക്ക് വീടിന്റെ ഈ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അമ്മ വീടിന്റെ എന്തേലും നന്ദു നേരെ പറ, എന്റെ ചെവി അതെന്റെ എന്റെ ഫ്രണ്ടാ സ്മിതേ. കേൾക്കുന്നില്ല മോളെ. ഏത് ചേട്ടൻ? ഇവരോ? ഈ കൊതുകിന് മരുന്നടിക്കാൻ ഇനി ആരും ഹെൽപ്പ് ചോദിക്കരുത്, മനസ്സിലായോ? അതല്ല ഞാനൊരാളെ ഹെൽപ്പ് ചോദിക്കാഞ്ഞേ. കുട്ടികളെ മാർക്ക് കൊടുത്തില്ല. 10. കാരണം ഞാനും വിളിച്ചേ, അച്ഛനും അമ്മ വിളിച്ചേ. കുഴപ്പമില്ല, ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടുന്ന കട്ടി കിട്ടാ. അവിടുന്ന് ഇവിടുന്ന് കിട്ടി. അതെ, രണ്ടിടത്തുനിന്നും കിട്ടി. ഇവിടുത്തെ ഹെൽപ്പ് വെച്ചപ്പോ ഇവിടുന്ന് കിട്ടി, അവിടെ കുഴപ്പമില്ല, ഈ ഒരാഴ്ച പ്രതികാരം ഉണ്ടാവും എനിക്ക്. പിണങ്ങിയിരിക്കും. പിണങ്ങില്ല ഞാൻ.